ആദായനികുതി ഇളവ് പരിധി 12 ലക്ഷമാക്കി ഉയർത്തി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായനികുതി നൽകേണ്ട. 5 ലക്ഷം രൂപ വരെയുണ്ടായിരുന്ന ഇളവ് പരിധിയാണ് 12 ലക്ഷമാക്കി ഉയർത്തിയത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ. ആദിവാസി വനിതാ സംരംഭങ്ങൾക്ക് സഹായം. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കും. വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പ. വഴിയോര കച്ചവടക്കാർക്കായി PM സ്വനിധി വായ്പാ സഹായം. ജൽജീവൻ പദ്ധതി 2028 വരെ. ആണവ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 74% നിന്ന് 100%. AI വിദ്യാഭ്യാസത്തിന് പുതിയ കേന്ദ്രം. ഇതിനായി 500 കോടി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ. അതേസമയം കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെയാകെ നിരാകരിച്ച കേന്ദ്ര വാർഷിക പൊതു ബജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. വയനാടിന്റെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന് അതിന്റെ ദേശീയ പ്രാധാന്യം കൂടി അംഗീകരിക്കും വിധമുള്ള പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇവയൊന്നും ബജറ്റ് പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു.